ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 92. അന്നു വൈകിട്ട് ബാലുവിൻ്റെ കൂടെ വീട്ടിൽ പോകാൻ നിന്ന വൈശാഖിയോട് മഹാദേവൻ ഇത്തിരി കടുപ്പത്തിൽ തന്നെ ദേഷ്യപ്പെട്ടു. കോളേജിൽ വെച്ചായതുകൊണ്ടും അവൻ്റെ ദേഷ്യത്തിൻ്റെ തീവ്രത അറിയാൻ പറ്റിയതുകൊണ്ടും വൈശാഖി അവനെ തൽക്കാലത്തേക്ക് അനുസരിച്ചു. കാറിൽ കയറിയിട്ട് മഹാദേവൻ്റെ മുഖത്തെ കലിപ്പ് കുറഞ്ഞിരുന്നില്ലെന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. രാവിലെ താൻ കൂടെ വരാതെ തീർന്നിട്ടുള്ള ദേഷ്യമാണ് ഇപ്പോൾ അതും കൂടി. അവൻ അവളോട് സംസാരിക്കാതെ തന്നെ ഇരിക്കുന്നത് കണ്ടതും ഇത്തവണ വൈശാഖിയും മഹാദേവനോട് കൂടുതൽ സംസാരിക്കുവാനായി അടുത്തേക്ക് പോയില്ല. ഓരോരുത്തരും മത്സരിച്ച് മിണ്ടാതിരുന്നു. വൈകാതെ തന്നെ വീടെത്തി. കാറിലിരിക്കുമ്പോൾ തന്നെ വൈശാഖി കണ്ടിരുന്നു ബാലുവിൻ്റെ ബൈക്ക് മുറ്റത്തിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് ആദ്യം ചാടിയിറങ്ങിയത് വൈശാഖിയായിരുന്നു. എന്നിട്ട് നേരെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നാലെ തന്നെ അവനും. മുറിയിലേക്ക് കയറിയ ഇരുവരും പരസ്പരം നോക്കിയതല്ലാതെ സംസാരമൊന്നും ഉണ്ടായില്ല. കുളി കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരുടെയും കൂടെ ഇരുന്നപ്പോഴും രണ്ടുപേരും പരസ്പരം മൗനമായിരുന്നു. എടാ പാക്കര, നിന്റെ കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? ചായ കുടിക്കുന്നതിനിടയിൽ പത്മാവതി അയാളോട് ചോദിച്ചു. രാവിലത്തെ സംഭവങ്ങളൊക്കെ ഒന്നുപോലും വിടാതെ വീട്ടിൽ വന്നു കയറിയ ബാലു അവരോട് നേരത്തെ തന്നെ വിവരിച്ചിരുന്നു. കാലയിൽ ഇച്ചിരി തൊലി പോയതാൽ അതൊന്നും പറ്റിയില്ലമ്മേ. ബാലു അതിനെ നിസ്സാരവൽക്കരിച്ചു. അതിന് അച്ഛൻ്റെ കാലിന് എന്നാ പറ്റിയതാ? കാര്യങ്ങളൊന്നും അറിയാത്തവൻ ബാലുവിനെ സംശയത്തോടെ നോക്കി. ഓ, ഒന്നും പറയണ്ടടാ. രാവിലെ കോളേജിലേക്ക് വരുന്ന വഴി കുറച്ച് കശപിശയുണ്ടായി. അപ്പോൾ കാലിൽ ഇച്ചിരി പെയിൻറ്റ് പോയി, അതാ. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു ഭാസ്കരൻ്റെ സംസാരം. കശപിശ ഉണ്ടായെന്നോ? ആരോട്? ദേവനിലൊരു ഞെട്ടലുണ്ടായി. ഞങ്ങൾ കോളേജിലേക്ക് വരുന്ന വഴി അമ്പലത്തിൽ കയറി. അവിടുന്ന് തിരിച്ചിറങ്ങി മുക്കിലേക്ക് വന്നപ്പോൾ 5-6 അവന്മാർ കൂടി ഞങ്ങളുടെ വണ്ടി തടഞ്ഞു. എല്ലാത്തിനും ഒതുക്കി റോഡിൻ്റെ ഒരു മൂലയ്ക്കിലേക്ക് എടുത്തിട്ടിട്ട് ഞങ്ങളിങ്ങി പോന്നു. ബാലു ചിരിച്ചുകൊണ്ട് മകൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഇത്രയൊക്കെ നടന്നിട്ടും അച്ഛനെന്താ ഇതൊന്നും എന്നോട് പറയാഞ്ഞേ? മഹാദേവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അത് പറയാൻ വേണ്ടി വന്നപ്പോഴല്ലേ നീ എന്നെ എൻ്റെ കൊച്ചിനെയും ക്ലാസ്സിൽ നിന്ന് ഗെറ്റൗട്ടടിച്ചത്? പിന്നെ പറയാനും തോന്നിയില്ല. അയാൾ മുഖം കൂട്ടി. വൈശാഖി എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണെങ്കിലും എല്ലാം ഒട്ടൊരു പേടിയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ദീപകിൻ്റെ കാര്യം പറഞ്ഞാൽ മഹാദേവൻ എങ്ങനെ പ്രതികരിക്കുക എന്നോർത്തുള്ള ഭയമായിരുന്നത്. ആരാ അവർ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ച് നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം മഹാദേവൻ്റെ നാവിൽ നിന്നും ആ ചോദ്യം പുറത്തേക്ക് വീണു. വൈശാഖിയുടെ നെഞ്ചിടിപ്പുയരാൻ തുടങ്ങി. അവൻ്റെ ആളായിരിക്കും, ആ ദീപകിൻ്റെ. ബാലു വളരെ അലസമായിട്ടാണ് പറഞ്ഞതെങ്കിലും മഹാദേവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത് ഒരു ഭീതിയോടെ വൈശാഖി നോക്കിക്കണ്ടു. വൈശാഖി അവിടെ ഒന്ന് നിന്നേ. അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് പമ്മി വന്നവൾ കസേരയിലിരുന്ന് എന്തോ വായിച്ചു കൊണ്ടിരുന്ന മഹാദേവൻ്റെ നിർദ്ദേശം കേട്ടതും ഒരു ഞെട്ടലോടെ നിന്നിടത്ത് തന്നെ നിന്നു. ദീപകിൻ്റെ കാര്യത്തെക്കുറിച്ചാവും സാറിന് തന്നോട് ചോദിക്കാനുണ്ടാവുക എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ അല്പം പേടിയോടുകൂടിയാണ് അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞതും. നിന്റെ ഫോൺ എവിടെ? അവളുടെ ഉറപ്പിനെ തച്ചുടയ്ക്കുന്ന രീതിയിലായിരുന്നു മഹാദേവൻ്റെ അപ്പോഴത്തെ ചോദ്യം. ഇന്നലെ രാവിലെ തൊട്ടവൻ വൈശാഖിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ്ങിൽ പോലും അവനൊന്നും നേരവണ്ണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേടിച്ച് ഇന്നലെ രാത്രി തന്നെ എറണാകുളത്തുനിന്ന് ദേവൻ വണ്ടി കയറിയത് തന്നെ. ഇപ്പോൾ വിളിച്ചിട്ടും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെയാണ് മഹാദേവൻ ഉറക്കം വന്നിട്ടും അവൾക്ക് വേണ്ടി മുറിയിൽ കാത്തിരുന്നത്. അത് ഫോൺ ചീത്തയായി. സാറിൻ്റെ ചോദ്യം ദീപകിനെക്കുറിച്ചല്ല എന്നറിഞ്ഞതും അവൾക്ക് ചെറിയൊരാശ്വാസം തോന്നി. എങ്ങനെ? ബുക്ക് മടക്കി മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് അവൻ ഗൗരവത്തോടെ തിരക്കി. കല്യാണത്തിൻ്റെ അന്ന് രാത്രി താഴെ വീണതാ. സ്ക്രീൻ പൊട്ടിപ്പോയി. ഫോണും ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. പെണ്ണ് ഒട്ടൊരു പതറിച്ചയോടെ പറഞ്ഞു. എന്തുകൊണ്ട് ഇതെന്നോട് പറഞ്ഞില്ല? ഇന്നലെ തൊട്ട് ഇക്കാര്യം താൻ അറിഞ്ഞില്ലല്ലോ എന്ന അങ്കലാപ്പിൽ ആയിരുന്നു അവനപ്പോൾ. എന്നോട് ചോദിച്ചില്ലല്ലോ. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ ചോദിച്ചു പോയി. എന്താ, ചോദിച്ചില്ലെങ്കിൽ നീ പറയില്ലെന്നുണ്ടോ? എപ്പോഴും സാറേന്ന് വിളിച്ച് സ്നേഹത്തോടെ തന്നോട് സംസാരിക്കുന്നവൾക്ക് ഇതെന്ത് പറ്റിയെന്നുള്ള ചിന്തയിൽ അവൻ്റെ കണ്ണുകൾ പൊടുന്നനെ കൂർത്തു. എന്നോട് ഇന്നലെ തൊട്ട് മിണ്ടിയിട്ടില്ല.
ഞാൻ മിണ്ടാൻ വന്നിട്ടും മിണ്ടിയില്ല. ഉള്ളിൽ അവൻ വല്ലതും പറയുമോ എന്നുള്ള പേടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരടി പിന്നിലേക്ക് മാറി നിന്നുകൊണ്ടാണ് വൈശാഖി ഇത്രയും സംസാരിച്ചത്. അവളുടെ ആ ചോദ്യത്തിൽ മഹാദേവനൊന്ന് പതറി എന്നത് സത്യമായിരുന്നു. എങ്കിലും അത് തുറന്നു കാട്ടുവാൻ ചെക്കനൊന്ന് മടിച്ചു. ഞാൻ മിണ്ടിയില്ലെങ്കിൽ എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയണമെന്നുള്ള ബോധം നിനക്കില്ലേ വൈശാഖി? ചെക്കന് ദേഷ്യവും പരിഭവവും എല്ലാം കൂടി വന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി മുതൽ അവളോട് പിണങ്ങിയ കാര്യം പോലും മറന്ന മട്ടിലായിരുന്നു മഹാദേവൻ ആ നേരം. അറിഞ്ഞുകൂടായിരുന്നു. ഇനി ശ്രദ്ധിച്ചോളാം. അവൾ നിഷ്കളങ്കമായി അവനുള്ള മറുപടി കൊടുത്തു. പക്ഷേ വൈശാഖിയുടെ ആ മറുപടിയിൽ മഹാദേവൻ പൊടുന്നനെ അസ്വസ്ഥനായി. അവൻ വൈശുവിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉറ്റുനോക്കി. പെണ്ണിൻ്റെ മട്ടും ഭാവവും നിൽപ്പുമൊക്കെ കാണുമ്പോൾ പഴയതുപോലെ തന്നെ, വളരെ പാവം പിടിച്ചതുപോലെയാണ്. സംസാരവും ബഹുമാനത്തോടെ തന്നെ. പക്ഷെ തന്നോട് സംസാരിക്കുമ്പോൾ മാത്രം എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് പെണ്ണിങ്ങനെയുള്ള കാര്യം പൊടുന്നനെയാണ് മഹാദേവൻ ഓർമ്മ വന്നത്. ഇന്നലെ വരെ തന്നെ വിളിച്ചിരുന്ന ആ സാർവിളി ഇപ്പോഴില്ല. തുറന്നുള്ള സംസാരമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് മാത്രം പറയുന്നില്ല. രാവിലെ കൂടെ എന്നെ അവഗണിച്ചുകൊണ്ട് അച്ഛൻ്റെ കൂടെയാണ് കോളേജിൽ പോയത്. തിരിച്ചും അച്ഛൻ്റെ കൂടെ വരുവാൻ നിന്നവളെ നിർബന്ധിച്ചിട്ടാണ് കൂടെ കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ. ഇന്ന് ദീപകിൻ്റെ ആൾക്കാർ വണ്ടി തടഞ്ഞു എന്നുള്ള കാര്യം പോലും താൻ ഒഴിച്ച് വീട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അക്കാര്യം പോലും വൈശാഖി തന്നോടൊന്ന് സൂചിപ്പിച്ചിട്ടില്ല. അവളിനി തങ്ങിൽ നിന്ന് അകന്നു പോകുമോ? തന്നോടുള്ള ഇഷ്ടമൊക്കെ അവളിനി തീർന്നു പോയി കാണുമോ? ഒരു ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അവളിൽ നിന്നുള്ള കുഞ്ഞു അവഗണനകൾ ദേവനെ വല്ലാതെ അസ്വസ്ഥനാക്കി കളഞ്ഞു. ഫോൺ എടുത്തോണ്ട് വാ. ഇനി എന്ത് സംസാരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാവാം അവൻ അവളോട് ഫോൺ ആവശ്യപ്പെട്ടത്. തലകുലുക്കി സമ്മതം അറിയിച്ചുകൊണ്ട് പെണ്ണ് കബോർഡിന് നേർക്ക് നടക്കുന്നത് കണ്ടു. എന്നിട്ട് അവളുടെ തുണിയുടെ കീഴിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ടുപോയി മഹാദേവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൻ ആ ഫോൺ തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ടൊരു ഞെട്ടലോടെ വൈശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത് നിന്റെ ഫോണാണോ? കയ്യിലിരിക്കുന്ന 1.5 ലക്ഷം രൂപ വില മതിക്കുന്ന അവളുടെ ഐഫോൺ മഹാദേവനെ ഒട്ടൊന്നും അല്ല ഞെട്ടിച്ചത്. ഇതിലിപ്പോൾ എന്താണിത്ര ഞെട്ടാനിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു പെണ്ണിൻ്റെ മൂളൽ. നേരത്തെയും ഇതുതന്നെയായിരുന്നോ നിന്റെ കയ്യിലിരുന്നത്? ഇതിനു മുമ്പ് വൈശാഖിയുടെ കയ്യിൽ ഇതുപോലൊരെണ്ണം താൻ കണ്ടിട്ടില്ലല്ലോ എന്ന സംശയമായിരുന്നു അപ്പോൾ അവനിൽ. മുത്തശ്ശൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ മുത്തശ്ശൻ വാങ്ങിത്തന്ന ഫോണായത്, അവൾ പറഞ്ഞു. പൈസക്കാർക്ക് എന്തോ ആകാമല്ലോ. മഹാദേവൻ കയ്യിലിരുന്ന ഫോണൊന്ന് പരിശോധിച്ചതിന് ശേഷം അതെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. ഞാൻ പോയി കിടന്നോട്ടെ? അവനിൽ നിന്ന് ഇനിയൊരു സംസാരം ഇല്ലെന്ന് കണ്ടതും വൈശാഖി നേരെ ചോദിച്ചു. അവളെ വിടാതിരിക്കുവാനോ എന്തെങ്കിലും പറഞ്ഞ് നിർത്തുവാനോ ഉള്ള ചോദ്യങ്ങളൊന്നും തൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലായതും മഹാദേവൻ സമ്മതം മൂളി. വൈശാഖി അപ്പോൾ തന്നെ കട്ടിലിൽ കയറി ചുവരിലേക്ക് ചേർന്ന് കിടന്നു. മഹാദേവനോട് സംസാരിക്കാതിരിക്കുമ്പോഴും അവഗണിക്കുമ്പോഴും ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നുവെങ്കിലും വൈശാഖി അതിനെ മനസ്സിൽ അടക്കി പിടിച്ചു എന്ന് വേണം പറയാൻ. അതേസമയം ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുപോലെ മഹാദേവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വെട്ടമണച്ച് ഡിം ലൈറ്റ് ഇട്ടിട്ട് കട്ടിലേക്ക് കയറിക്കിടുന്നവൻ്റെ നോട്ടം തനിക്കരികിലായി ചുവരിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കുന്ന വൈശാഖിയുടെ നേർക്ക് നീണ്ടു. ഇവൾക്കിതെന്തു പറ്റിയതാ? ഇവൾ എന്തായിപ്പോൾ എന്നോട് മിണ്ടാത്തേ? ഇവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഓടിപ്പിടിച്ച് ഇന്നലെ രാത്രി തന്നെ വന്നേ? ആ സമയം ആ സിദ്ധാർത്ഥൻ്റെ കൂടെ ഡാൻസും കളിച്ച് പാട്ടും പാടി സന്തോഷിച്ച് നടക്കുന്നവളെ കാണുമ്പോൾ ഏത് കെട്ടിയവനാണേലും ഒന്ന് ദേഷ്യം വരത്തില്ലേ? പിണങ്ങിയിരിക്കില്ലേ? അതുപോലെയല്ലേ ഞാനും ഇരുന്നേ. അതെന്താ അവളൊന്നും മനസ്സിലാക്കാത്തത്? എന്നിട്ടിപ്പോൾ എന്നോട് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ദേവൻ്റെ തലയെല്ലാം കൂടി ആലോചിച്ചപ്പോഴേക്കും ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് മുഖം തരാതെ തിരിഞ്ഞു കിടക്കുന്നവളോട് അവന് പരിഭവം കൂടിക്കൂടി വന്നു. പ്രണയം വൃദ്ധനെയും കൗമാരക്കാരനാക്കുന്നത് പോലെ ആ 19 വയസ്സുകാരിയോട് പിണങ്ങാനും പരിഭവപ്പെടാനും പാകത്തിൽ 27 വയസ്സുകാരൻ്റെ മനസ്സും പാകമായി എന്നതാണ് ഇവിടെ സത്യം. അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ
ഒന്ന് തഴുകാൻ കൊതിയായെങ്കിലും അവൻ അതിനെ കടിച്ചു പിടിച്ച് നിയന്ത്രിച്ചു കളഞ്ഞു. ദേവന്റെ പരിഭവം അതിൻ്റെ മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു എന്ന് വേണം പറയുവാൻ. നിമിഷങ്ങൾ കടന്നുപോയി. വൈശാഖിക്ക് വേണ്ടി കറങ്ങുന്ന മുറിയിലെ ഫാനിൻ്റെ ഒച്ച മാത്രം അവിടെ മുഴങ്ങിക്കേട്ടു. പൊടുന്നനെയാണ് മഹാദേവന്റെ മനസ്സറിഞ്ഞതുപോലെ പുറത്തെ ചാറ്റൽ മഴ തലേ ദിവസത്തേതുപോലെ ഭ്രാന്ത് പിടിച്ച് പെയ്യുവാനായി തുടങ്ങിയത്. കൂട്ടത്തിൽ ഇടിയും മിന്നലും തകർത്തു. എല്ലാം കൂടി ആയപ്പോഴേക്കും കരണ്ടും പോയി. തലേ ദിവസത്തെ രാത്രി ആവർത്തിക്കപ്പെടുമെന്നതുപോലെ തോന്നി. പേടിയോടെ തന്നെ നെഞ്ചോരം ചേർന്ന് കിടക്കാൻ വേണ്ടി വരുന്നവളെ ഓർത്ത് ചെക്കൻ്റെ നെഞ്ച് പൊടുന്നനെ കുളിരാൻ തുടങ്ങി. പക്ഷേ നേരം കുറെ കഴിഞ്ഞിട്ടും വൈശാഖി ചെന്നില്ല. അവൻ്റെ ക്ഷമ നശിച്ചു. അവൻ അവളുടെ നേർക്ക് വശം ചെരിഞ്ഞു കിടന്നു. അപ്പോൾ ഒന്ന് കാത്തിരിക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്കിയേ നിങ്ങളൊന്ന് പൂരിപ്പിക്കുക. പിന്നെ വേറൊരു കാര്യം കേട്ടോ, സ്റ്റോറി അതിൻ്റെ രീതിയിൽ അതുപോലെ അങ്ങ് പൊയ്ക്കോട്ടെ. പെട്ടെന്ന് ഇവരെ സെറ്റാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വെറുതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവൻ്റെ പരിഭവവും അവൻ്റെ കുശുമ്പും അവൻ്റെ എല്ലാം ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. അവർ രണ്ടുപേര് ഒരുമിക്കേണ്ട സമയത്ത് അവരൊരുമിച്ചോളും കേട്ടോ. അപ്പോൾ ബൈ ബൈ.